ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ജേസിൻ്റെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് പ്രോജക്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ നെക്സ്റ്റ് ജേസ് വീഡിയോയിൽ നമ്മൾ പേജ് റൗട്ടിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മളൊരു പ്രോജക്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പേജ് റൗട്ടിങ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ജേസിൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ JS വഴി യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ഫോളോ ആയി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് JS വെച്ച് പോവാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നില്ല. പകരം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കോഡ് കാണിച്ചു തരാം. സോ ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾ അത് കോഡ് മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കാരണം വെബ് ഡെവലപ്പർ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് വേണം. സോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു ഡെവലപ്പർ ആവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോജക്റ്റ്, നിങ്ങളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പേജസ് എന്ന് പറഞ്ഞൊരു റൗട്ടിങ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു നെക്സ്റ്റ് ജേസിൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ചോദിക്കും ഏത് ടൈപ്പ് ഓഫ് റൗട്ടിംഗ് ആണ് വേണ്ടത്. ആപ്പ് റൗട്ടിംഗ് വേണോ, പേജസ് റൗട്ടിംഗ് വേണോ? അപ്പോൾ ഞാനിവിടെ പേജസ് റൗട്ടിംഗ് വെച്ചാണ് ചെയ്യുന്നത്. സോ കഴിഞ്ഞ പേജസ് റൗട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പേജസ് റൗട്ടിങ്ങിനകത്ത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആയിരിക്കും ഇവിടെ കാണുന്നത്. ആപ്പ് റൗട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ആയിരിക്കും കാണുന്നത്. ഇവിടെ നമ്മൾ പേജ് റൗട്ടിംഗ് ആയതുകൊണ്ട് പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ _app.tsx എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. അത് നമ്മുടെ ഒരു ഡീഫോൾട്ട് ഹോം പേജുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ഫയലാണ് ഈ ഒരു ആപ്പ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊരു index.tsx എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഡീഫോൾട്ട് പേജാണ്. അപ്പോൾ ഇത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്കിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ ഹോം പേജിനെ മാറ്റിയിട്ട് നമ്മളുടെ കോമ്പോണൻ്റ് ഇവിടെ ലോഡ് ചെയ്ത് കാണിക്കണം. ഈ ഒരു പ്രോജക്റ്റിനകത്ത് നിങ്ങൾക്ക് കോമ്പോണൻസ് എന്ന് പറഞ്ഞൊരു കോമ്പോണൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് സബ് ഫോൾഡേഴ്സ് ഉണ്ട്. ലേഔട്ട്, മീറ്റപ്സ്, UI എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, എനിക്ക് ഈ മീറ്റപ്പ് ലിസ്റ്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സോ മീറ്റപ്പ് ഈ ഒരു ടാഗ് മാറ്റിയിട്ട് എനിക്ക് മീറ്റപ്പ് ലിസ്റ്റാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ മീറ്റപ്പ് ലിസ്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി നോർമൽ നമ്മുടെ റിയാക്ട് കോമ്പോണൻ്റ് ആണ്. നമ്മളിവിടെ നെക്സ്റ്റ് ജേസിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. അത് നമ്മൾ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ മീറ്റപ്പ് ലിസ്റ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോമ്പോണൻറ്റ്. ഈ കോമ്പോണൻറ്റിനകത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു അൺഓർഡർഡ് ലിസ്റ്റാണ്. ഈ അൺഓർഡർഡ് ലിസ്റ്റിനകത്ത് നമ്മളൊരു ക്ലാസ് നെയിം ഉണ്ട്. ഈ ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മോഡ്യൂൾ CSS ഫയലുണ്ട്, CSS മോഡ്യൂൾ. അത് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റിൻ്റെ ക്ലാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. സോ ഈ ലിസ്റ്റിൻ്റെ ക്ലാസ് നമ്മളിവിടെ അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ എലമെൻറ്റിനകത്ത് നമ്മൾ ക്ലാസ് നെയിമായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ props.meetups. ഓക്കെ, ഈ വരുന്ന പ്രോപ്സിനകത്ത് നമുക്ക് മീറ്റപ്സ് എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. ആ അറേ വെച്ച് നമ്മൾ ലൂപ്പ് ചെയ്ത് നമ്മൾ ലിസ്റ്റിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെ മാപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ മീറ്റപ്പ് ഐറ്റം എന്ന് പറഞ്ഞൊരു കോമ്പോണൻറ്റ്, അത് വേറൊരു കോമ്പോണൻ്റ് ആണ് ഇവിടെ ലോഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ കീയും ID, ഇമേജ്, ടൈറ്റിലും അഡ്രസ്സും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കോമ്പോണൻ്റ് നോക്കാം. അപ്പോൾ മീറ്റപ്പ് ഐറ്റമിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലിസ്റ്റാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇതും ഒരു കോമ്പോണൻ്റ് ആണ്. ഈ കോമ്പോണൻ്റ് നമ്മൾ ലിസ്റ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മൊത്തം ലിസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. സോ ഈ ലിസ്റ്റിനകത്ത് നമ്മളൊരു ക്ലാസ് നെയിം ഉണ്ട് ഐറ്റമിൻ്റെ, അതായത് ഇവിടുത്തെ ക്ലാസ് സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ CSS മോഡ്യൂളാണ് ഇത്. ഇത്രയും സ്റ്റൈലാണ് നമ്മളവിടെ ലിസ്റ്റിന് അവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്ലാസ് നെയിം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർഡ് എന്ന് പറഞ്ഞൊരു കോമ്പോണൻ്റ് ഉണ്ട്. കാർഡ് എന്ന് പറഞ്ഞ കോമ്പോണൻ്റ് എന്ന് പറയുന്നത് വേറെ ഇതാണ്, ഒരു ഡിവ് ക്ലാസ് നെയിം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡിവ് ആണ്. ആ ഡിവിനകത്ത് ക്ലാസ് നെയിം കാർഡ്,
പിന്നെ പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ, അതായത് ഈ ഡിവിനകത്തുള്ള കണ്ടന്റ് അത് നമ്മൾ ചിൽഡ്രൻ ആയിട്ടായിരിക്കും വരുന്നത്. കാർഡിൻ്റെ CSS മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നെയിം ഉണ്ട്. അതിനകത്ത് നമ്മളിവിടെ സ്റ്റൈലും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ ഈ ക്ലാസ് നെയിമിനകത്തോട്ട് സെറ്റ് ചെയ്ത് ഇവിടെ വെക്കും. ഓക്കെ, ഇപ്പോൾ മീറ്റപ്പ് ഐറ്റമിനകത്ത് നമ്മൾ കാർഡ് കോമ്പോണൻറ്റിനകത്ത് ഇതാണ് നമ്മുടെ ചിൽഡ്രൻ. ഓക്കെ, ഈ ചിൽഡ്രൻ ആയിരിക്കും ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് ഇരിക്കുന്നത്. ഇപ്പോൾ മീറ്റപ്പ് ഐറ്റമിനകത്ത് കാർഡിനകത്ത് നമുക്ക് 3 div elements ഉണ്ട്. ഒന്ന് നമുക്ക് ഇമേജ് കാണിക്കാൻ വേണ്ടിയും, രണ്ടാമത്തത് നമ്മുടെ ടൈറ്റിലും അഡ്രസ്സും കാണിക്കാൻ വേണ്ടിയും, മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ, ഷോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കാൻ വേണ്ടിയും. ഇതാണ് മീറ്റപ്പ് ഐറ്റം. ഈ മീറ്റപ്പ് ഐറ്റം എവിടെയാണ് ഇമ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റപ്പ് ലിസ്റ്റിനകത്താണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റപ്പ് ലിസ്റ്റ് കോമ്പോണൻ്റ് ആണ് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ index.tsx എന്ന് പറഞ്ഞൊരു ഫയലിനകത്തോട്ട് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളിവിടെ മീറ്റപ്പ് ലിസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ പ്രോപ്സ് ആണ് വേണ്ടത്, നമുക്ക് മീറ്റപ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ മീറ്റപ്സിനകത്ത് ഞാനിവിടെ മീറ്റപ്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പ് കൊടുത്തിട്ട് അവിടെ പാസ് ചെയ്യുന്നത്, ഇവിടുന്ന് പാസ് ചെയ്യുന്നത് ഒരു അറേ ആയിരിക്കും. അപ്പം ഞാനിവിടെ തൽക്കാലം ഞാനിവിടെ empty array ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, കാരണം empty array ആണ്. അതുകൊണ്ട് ഇവിടെ ബ്ലാങ്ക് ആണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒരു ഡമ്മി ഡേറ്റ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ ഡമ്മി ഡേറ്റ ഈക്വൽ ടു ഒരു അറയാണ്, അറേ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മീറ്റപ്പ് ലിസ്റ്റിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് ID വേണം, ഇമേജ് വേണം, ടൈറ്റിൽ വേണം, അഡ്രസ്സ് വേണം. ഈ 4 സാധനങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഇൻഡെക്സ് ഫയലിനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ID എന്ന് പറഞ്ഞാൽ ഞാൻ തൽക്കാലം 1 എന്ന് പറഞ്ഞു കൊടുക്കും. ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് മീറ്റപ്പ് പ്ലേസ് ആണ് വേണ്ടത്. ഞാനിവിടെ കൊച്ചി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക് ആണ് ഇമേജിൻ്റെ വേണ്ടത്. അതല്ല നമുക്ക് ഇവിടെ കൊച്ചി എന്ന് പറഞ്ഞത് ഞാനിവിടെ വിക്കിപീഡിയയിൽ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കുറേ ഇമേജസ് ഉണ്ട്. ഈ ഇമേജ് എടുത്തിട്ട് ഞാനവിടെ സെറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, ഈ ഇമേജിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഞാനിവിടെ കൊടുക്കും. നമ്മളിവിടെ ഇമേജ് അപ്ലോഡും ആ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അഡ്രസ്സ് വേണം. അഡ്രസ്സ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. മറീന ബീച്ച് കൊച്ചി എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഈ 4 സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 4 ഫീൽഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ empty array മാറ്റിയിട്ട് നമ്മളിവിടെ ഡമ്മി ഡേറ്റ എന്ന് പറഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മളിവിടെ മെനു ലിസ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് മീറ്റപ്പ് ലിസ്റ്റ് നമ്മളിവിടെ ഡീഫോൾട്ട് പേജിനകത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.